ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പ്രയോജനമുള്ള, നിത്യ ജീവനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യമാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്? മത്തായി സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ നാം പഠിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അനേക കള്ളപ്രവാചകന്മാർ ദൈവമക്കളുടെ ഇടയിൽ അവർ പ്രവേശിച്ചിരിക്കുന്നു. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ കള്ളപ്രവാചകന്മാരുടെ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. കള്ളപ്രവാചകന്മാരെ കുറിച്ച് അവരെ നാം സൂക്ഷിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ ഇടയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമല്ലാതെ, ദൈവവചനത്തിൽ നിന്നല്ലാതെ സ്വയം പുകഴ്ചയ്ക്കും സ്വയം ഇച്ഛയ്ക്കും നിത്യജീവൻ്റെ ആ മാർഗത്തിൽ നിന്നും യഥാർത്ഥമായ ദിശ കാണിക്കാതെ അവരുടേതായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കുവാൻ കള്ളപ്രവാചകന്മാർ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. 7:21 ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാന വിഷയം എന്താണ്? നമ്മുടെ പ്രസംഗ വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് സ്വർഗരാജ്യം. അപ്പോൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. കള്ളപ്രവാചകന്മാരെ കുറിച്ച് 3 പ്രധാന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1, അവർ ആടുകളുടെ വേഷം ധരിക്കുന്നവർ. 2, അവരുടെ ഹൃദയം, അവരുടെ അകം കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. 2, ഫലമില്ലാത്തവർ. ഈ 3 ലക്ഷണങ്ങളിലൂടെ അവരെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പോൾ യഥാർത്ഥമായ പ്രവചനം എന്താണെന്നും യഥാർത്ഥമായ പ്രവാചകൻ ആരാണെന്നും ദൈവജനം തിരിച്ചറിയണം. അതിന് ദൈവവചനം നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഉപദേശപരമായ വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പോൾ ഫലം ഇല്ലാത്തവരാണ്. യഥാർത്ഥമായ ഫലം, യഥാർത്ഥമായ ജീവിതം, യഥാർത്ഥമായ
പ്രവൃത്തിയില്ലാതെ അവർ കള്ളപ്രവചനം നടത്തി അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ അറിയാം, പറഞ്ഞത് തന്നെ തിരിച്ച് പറഞ്ഞത് തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞ് എന്തു പറയുന്നു എന്ന് അവർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ജനത്തെ ഇളക്കി മറിക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തിലാണ് അവർ. ഇളക്കി മറിയലിലൂടെ, ജനത്തെ പെട്ടെന്ന് ഇളക്കുന്നതിലൂടെ സ്വർഗരാജ്യത്തിൽ കടന്നു കളയാം എന്നവർ ധരിക്കരുത്. കള്ളപ്രവചനം നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു കൂട്ടം കള്ളപ്രവാചകന്മാരെ നാം തിരിച്ചറിയണം. അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. ഒരു പ്രവാചകൻ യഥാർത്ഥമായ പ്രവാചകനാണോ, ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടതാണോ എന്നുള്ളത് നാം തിരിച്ചറിയാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്രവാചകന്മാർ വർദ്ധിച്ചു വരുന്നു എങ്കിലും അവരെ ദൈവജനം തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെ തുടർന്നാണ് യേശു കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, വീണ്ടും ജനനം പ്രാപിച്ചു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശവും അടിസ്ഥാന ഉപദേശങ്ങളും പാലിച്ചതിന് ശേഷം അതെല്ലാം നാം അറിഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്ന് പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു, ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നു. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ ക്രിസ്തുവിൻ്റെ അനുഗാമി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ചർച്ചിൽ നാം മെമ്പർഷിപ്പ് എടുത്ത് ഒരു വിശ്വാസി എന്ന നിലയിൽ തുടർന്നുകൊണ്ട് പോകുന്നു. എന്നാൽ അത് നല്ലതാണ്. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് പ്രതീക്ഷിക്കരുത്. അത് സംഭവമല്ല. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മുടെ പ്രസംഗങ്ങളിൽ സ്വർഗരാജ്യം, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. ആരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കും. അങ്ങനെയാണെങ്കിൽ ആ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യുന്നവരാണോ? നാം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്നുണ്ടോ? പ്രസംഗങ്ങൾ വളരെ ശക്തമായി, വളരെ എനർജറ്റിക്കായി നടക്കുന്നുവെങ്കിലും ഈ പ്രസംഗങ്ങൾ നാം ഉൾപ്പെടുത്തേണ്ടതാണ്. ദൈവമക്കളെ, നാം ആരും വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്ത യാതൊരു വ്യക്തിയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് ക്രിസ്തു ഊന്നി പറയുകയാണ്. ആമേൻ. ഇതാണ് സത്യം. ഈ സത്യത്തിൽ നിന്നും യാതൊരു ദൈവപൈതലിനും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ യൂട്യൂബിലൂടെ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ ലോകപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം പാപത്തിൻ്റെ വഴിയിൽ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു സുപ്രസാദ സമയമാണ്. ജീവിതത്തിലെ ഏറ്റവും വിലയാർന്ന അവസരമാണ്. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത്. അപ്പോസ്തലനായ പൗലോസ്
തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. മത്തായി സുവിശേഷകന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം നാം 21-ാം വാക്യം വായിച്ചതുപോലെ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം മുതൽ വളരെ പ്രശസ്തമാണ്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ ശുദ്ധീകരണം തന്നെ. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അശുദ്ധിയിൽ ജീവിക്കാൻ പാടില്ല. അതിനാണ് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും, ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല ദുർനടപ്പ് വിട്ടൊഴിയണം, പാപം വിട്ടൊഴിയണം, പാപ സ്വഭാവങ്ങൾ വിട്ടുമാറണം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടൊഴിയണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുവാൻ നമ്മെ തന്നെ ഈ വചനം ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരെ കബളിപ്പിക്കാം എന്ന് സ്വയം ധരിച്ചുകൊണ്ട്, എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്ന്, പാസ്റ്റർ എന്നെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ ദൈവം എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ആമേൻ, എല്ലാ ഞായറാഴ്ചയും ഒരു സഭായോഗം പങ്കെടുത്ത്, ചില ഉപവാസ പ്രാർത്ഥനകൾ പങ്കെടുത്ത്, ചില മീറ്റിങ്ങുകൾ പങ്കെടുത്ത് ദൂതുകൾ ഏറ്റെടുക്കുന്നതെല്ലാം നല്ലതാണ്. എന്നാലും പ്രധാന കാര്യം നാം മനസ്സിലാക്കണം, ഈ കള്ളപ്രവാചകന്മാർ ആരും കാണുകയില്ല. സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. വളരെ വ്യക്തമായി, വളരെ ലളിതമായി, വളരെ ശക്തമായി, വളരെ ശക്തിയോടെ യേശു കർത്താവ് പറയാണ്, നിങ്ങൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം നാം ചെയ്യണം. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ പൈതലും, ഓരോ കുഞ്ഞുങ്ങൾ അവരുടെ പാപവഴികളിൽ നിന്നും വിട്ട് ദൈവത്തെ അന്വേഷിക്കണം. യൗവനക്കാർ അന്വേഷിക്കണം, അതുപോലെ ദൈവമക്കൾ അന്വേഷിക്കണം. അത് ദൈവത്തെ വിട്ട് ആമേൻ ദൈവഹിതമില്ലാത്ത രീതിയിൽ ആമേൻ ആരെങ്കിലും കള്ളപ്രവചനം നടത്തി അത് ഒരു ഉപജീവന മാർഗമായി കണ്ടെത്തുന്നവരാണെങ്കിൽ നിങ്ങളും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇഷ്ടം പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്നുള്ള ആമേൻ ആമേൻ ചിന്ത അത് നമ്മെ സ്വർഗരാജ്യത്തിൽ അത് പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ശുദ്ധീകരണം?
ദൈവത്തിൻ്റെ ഇഷ്ടമോ? ഇനി എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? എവിടെ നിന്നാണ് ദൈവം നമ്മെ വിളിച്ചത്? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ ജീവിച്ച് അതിക്രമങ്ങളാലും ദൈവത്തെ അറിയാത്ത ലോകത്തിൽ പിശാചിൻ്റെ സന്തതികളായി ജീവിച്ചിരുന്ന, ദൈവത്തെ അറിയാതെ പിശാചിന് അടിമപ്പെട്ട്, പാപത്തിന് അടിമപ്പെട്ട് ഇരുന്ന നമ്മെ ലോകത്തിൽ നിന്ന് ദൈവം വിളിച്ചു. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? വിശുദ്ധീകരണത്തിനായി ദൈവം നമ്മെ വിളിച്ചു. ദൈവം നമ്മെ വിളിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ആകയാൽ ദൈവം നമ്മെ അശുദ്ധിക്കല്ല. ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും, ദൈവവിളി കേട്ടതിന് ശേഷവും പാപത്തിൽ നാം ജീവിപ്പാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ് എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് കാണാം. ഒരുപാട് വ്യൂസ് ഒന്നും ലഭിച്ചില്ലെങ്കിലും, ഒരുപാട് ലൈക്കും ഷെയറും ഒന്നും ലഭിച്ചില്ലെങ്കിലും, ലൈക്ക് ലഭിക്കാനും ഷെയർ ലഭിക്കാനും വ്യൂസ് ലഭിക്കാനും കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊഴുപ്പ് കൂട്ടിയ പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ജനത്തെ നരകത്തിൽ തള്ളിവിടുന്നതിനെക്കാട്ടിലും സത്യമായ സുവിശേഷം സത്യത്തോടെ ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കട്ടെ. ആ കൂട്ടത്തിൽ അടിയനെയും ദൈവം ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവചനം നമ്മുടെ ആത്മകണ്ണുകൾ തുറന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ അക്ഷരീയമായ ലോകത്തിൻ്റെ ശാശ്വതമല്ലാത്ത അനുഗ്രഹങ്ങളുടെ പുറകിൽ ഓടരുത്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുകയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ദൈവം നമുക്ക് നിറവേറ്റിത്തരും. അപ്പോൾ മത്തായി സുവിശേഷം 7:21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമുക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടം നാം ചെയ്യണം. ആ ഇഷ്ടം ചെയ്ത സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.